വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടി എന്ന മട്ടിൽ കണക്കാക്കേണ്ടതുമില്ല. ആ രീതിയിൽ വളരുന്ന ഒരു സാഹചര്യം, വളരാവുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ സിസ്റ്റത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു ടൂളായി വളരെ കൃത്യമായി അത് പ്രവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആളുകളുടെ ഈ രോഷപ്രകടനത്തിനുള്ള ഒരു വേദിയായി അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതൊരു പക്ഷേ ഇനി കുറേ കാലം കൂടി ആ മട്ടിൽ തുടർന്നേക്കാമെന്നുമാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഈ അഭിജിത്ത് ദീപ്കെ ഇതിന് ഈ പേജ് ഉണ്ടാക്കി ഇതുമായി രംഗത്തിറങ്ങുമ്പോൾ ഇത്രയും വലിയൊരു വളർച്ച പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ ഇത്രയും വലിയ രോഷം ഇന്ത്യയിലെ യുവത്വത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പിക്കുന്നതാണ് അതിന് ശേഷമുള്ള അതിൻ്റെ ഒരു വളർച്ച. ഇതിന് മുമ്പ് തന്നെ ഇതിന് നാഷണൽ പാരാസൈറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞ് വേറൊരെണ്ണം കൂടി രൂപീകരിച്ചിരുന്നു. അതായത് ഈ അഭിജിത്ത് ദീപ്കെ ഇത് രൂപീകരിക്കുന്നതിന് സമാന്തരമായി തന്നെ, കാരണം പാരസൈറ്റുകളാണെന്ന് കൂടി ചീഫ് ജസ്റ്റിസ് വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ ആ നാഷണൽ പാരാസൈറ്റിക് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊന്നും കൂടി വന്നു ഇതിനൊപ്പം. പക്ഷേ CJP ആണ് കയറി ക്ലിക്കായത്. അതിന് കാരണം ഈ അരികുകളിലും ഓടകളിലും ഒക്കെ ജീവിക്കുന്ന ഈ ആളുകൾക്ക് വെറുപ്പ് തോന്നുന്ന ഈ പാറ്റ എന്ന് പ്രയോഗിക്കുമ്പോൾ തന്നെ അഭിജിത്ത് ദീപ്കെ പറഞ്ഞ ഒരു കാര്യം, ഈ ദിനോസറിൻ്റെ കാലം മുതൽ പാറ്റ ഇവിടെയുണ്ട്. എല്ലാ ദുരന്തങ്ങളിലും, അതായത് ദിനോസർ നശിച്ചു പക്ഷെ പാറ്റ നശിച്ചില്ല. പാറ്റ ഇവിടെ സർവൈവ് ചെയ്തു. അപ്പം നിങ്ങൾ എത്ര ഞങ്ങളെ ഈ പറഞ്ഞ ചെരുപ്പ് കൊണ്ട് അടിച്ചാലും ഞങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് സങ്കല്പം. അപ്പോൾ ചെറുപ്പക്കാർക്ക് ആ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കൂടുതൽ ഊർജം പകരുന്നതായി ഈ CJP എന്നുള്ള ഈ കോക്രോച്ച് എന്നതിനെ മുൻനിർത്തിയുള്ള, പാരസൈറ്റിനപ്പുറത്ത് കോക്രോച്ചിനെ മുൻനിർത്തിയുള്ള ഈ പ്രസ്ഥാനം, അതുകൊണ്ടാണ് അതിന് വലിയ ആവേശം ഉണ്ടാകുന്നത്. മാത്രമല്ല ഇപ്പോൾ AI കാലമായതുകൊണ്ട് പാട്ടുകളൊക്കെ ആന്തമൊക്കെ ഉണ്ടാകുന്നതിന് സമയം അധികം വേണ്ട. അത് ഇപ്പോൾ ഈ ഇൻസ്റ്റ തുറന്ന് നോക്കിയാൽ ഓരോ പുതിയ പാട്ടുകൾ ഓരോ മണിക്കൂറിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. കാരണം ഈ കോക്രോച്ചസിൻ്റെ പാട്ടുകൾ. അപ്പോൾ അതിനകത്ത് സുപ്രീം കോക്രോച്ച് എന്ന നിലയ്ക്ക് അഭിജിത്ത് ദീപ്കെ ഉണ്ടെങ്കിലും അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് ഒരു വലിയ ടീമായി ആസൂത്രിതമായി അങ്ങനെ ഒരു സംഘം ചേർന്ന് ഉണ്ടായ ഒരു പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാനേ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു കാര്യം, അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ 4 മണിക്കൂറൊക്കെയാണ് ഉറങ്ങാൻ പറ്റിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഒരു ട്രാക്ഷൻ ഇത്രയും വലുതായതുകൊണ്ട് അതിന്മേലിരുന്ന് പണിയെടുക്കേണ്ടി വരുന്നു. ഒരു ടീമല്ല, തന്നെ ഇരുന്ന് പണിയെടുക്കേണ്ടി വരുന്നു എന്നുള്ളത് കൊണ്ടാണ് അതൊക്കെ സംഭവിക്കുന്നത്. ചിതറി ഈ മട്ടിൽ ഈ ഒരൊറ്റ പേരിൽ അണിനിരന്നുകൊണ്ട് ധാരാളം പേര് സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഉള്ള വ്യഥകൾ, വേദനകൾ, സർക്കാരിനോടുള്ള പ്രതിഷേധങ്ങൾ ഇതെല്ലാം ഉയർത്താനുള്ള ഒരു സാധ്യതയായി അതിനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റികൾ എന്ന മട്ടിൽ രൂപീകൃതമായിരിക്കുന്നു. വിവിധ ഭാഷകളിൽ ഇതിനെക്കുറിച്ചുള്ള കോണ്ടന്റുകൾ വരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഡിജിറ്റൽ സ്പേസിലെ വളർച്ച എന്നത് അഭൂതപൂർവമാണ്. ഇത് ഹിന്ദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒരു ബ്രാൻഡായി കഴിഞ്ഞു. ആ ബ്രാൻഡായ സ്ഥിതിക്ക് നിങ്ങളെ സംബന്ധിച്ച്, വ്യക്തിപരമായി അയാളെ സംബന്ധിച്ച് ഇപ്പോൾ അമേരിക്കയിൽ പഠിക്കുകയാണ്, MA ഏതാണ് പബ്ലിക് വർക്ക്സ് ആണെന്ന് തോന്നുന്നു, ഇത് പഠിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങൾ നോക്കിയാലും നിങ്ങളെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്കൊരു ബ്രാൻഡായി വളരാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വലിയ നേട്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഞാൻ തിരിച്ചെത്തിയാൽ എന്താവും എൻ്റെ അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ആശങ്കയുണ്ട്. അപ്പോൾ ആ നിലയ്ക്കാണ് ഇപ്പോൾ ഈ സാഹചര്യത്തെ കാണുന്നത്. ഇതുപോലെ ബ്രാൻഡുകളായ പലരും ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ, അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? എല്ലാം ജയിലിൽ പോവുകയാണ് ചെയ്തത് പല ഘട്ടങ്ങളിലായി എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ നീതിന്യായ വ്യവസ്ഥിതി നീതിയല്ല ഇവിടുത്തെ യുവജനങ്ങളോട് ചെയ്യുന്നത് എന്നുള്ളത് ആവർത്തിച്ചുറപ്പിക്കാൻ അവർക്ക് ഈ സാഹചര്യം കൊണ്ട് പറ്റുന്നുണ്ട്. തൊഴിലില്ലായ്മ എന്നത്, അപ്പോൾ തൊഴിലില്ലാത്തതിനും കുറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന മട്ടിലാണ് അതിനെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞതിനെ ഇവർ വ്യാഖ്യാനിക്കുന്നത്. ആ നിലയ്ക്കാണ് അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് അതിനെ തിരുത്തിയിട്ടൊക്കെയുണ്ട്. അത് ഞാൻ അങ്ങനെയല്ല, ഈ ഡെവലപ്ഡ് ഇന്ത്യയുടെ സ്ട്രോങ് പില്ലേഴ്സാണ് ഈ പറയുന്ന യുവത എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും അതിനെ അഭിജിത്ത് അതിനെ ഖണ്ഡിക്കുന്നത്, ഇതെങ്ങനെയും അതങ്ങനെ തിരുത്തി പറഞ്ഞാലും ഒരു കുഴപ്പം അവിടെയുണ്ട്. കാരണം എന്താണ്, അദ്ദേഹം ആരാണ് ഈ വിദ്യാഭ്യാസം ഇല്ലാത്തവരും കുഴപ്പക്കാരുമായിട്ട് മടിയന്മാരുമായിട്ട് ആരോപിക്കുന്നത് ആരെയാണ്? പാരാസൈറ്റുകളായി ആരോപിക്കുന്നത് ആരെയാണ്? കോക്രോച്ചുകളായി ആരോപിക്കുന്നത് ആരെയാണ്? ഇവിടുത്തെ മീഡിയയെ, അതല്ലെങ്കിൽ ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ആളുകളെ, ആക്ടിവിസ്റ്റുകളെ, ഇവിടുത്തെ എന്താണ് ആക്ടിവിസ്റ്റുകളെന്ന് പറയുമ്പോൾ എന്താണ് പ്രധാനമായും RTI പ്രവർത്തകരെ, ഇവരൊക്കെ കുഴപ്പക്കാരാണെന്ന് ചീഫ് ജസ്റ്റിസിന് തന്നെ തോന്നുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അതാണ് ഈ പ്രതിഷേധത്തെ ഇത്രയും കനപ്പിച്ചത്, ഇത്രയും രൂക്ഷമാക്കിയത്.